പാലക്കാട് ഷോളയോർ പുളിയപ്പതയിൽ പരിക്കേറ്റ അവശനിലയിലായ പുലിയെ വനംവകുപ്പ് പിടികൂടി. വന്യമൃഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതായാണ് പ്രാഥമിക നിഗമനം. പുലിയെ വനംവകുപ്പ് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രവേശിച്ചു ചേരുന്നുണ്ട്. നിഖിൽ, ഇപ്പോൾ ഈ പുലിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കൺമരിയ, ഈ പുലിയുടെ ആരോഗ്യനില വളരെ മോശമായി തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്കാണ് ഷോളയൂർ പുളിയപ്പതിയിൽ ഇതുവഴി സഞ്ചരിച്ച യാത്രക്കാർ തലയിൽ പരിക്കേറ്റ നിലയിൽ ഒരു പുലിയെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ വിവരമറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയ ശേഷമാണ് ഈ പുലി അവശ നിലയിലാണ് എന്ന് മനസ്സിലാവുന്നത്. ഈ പുലിക്ക് അധിക ദൂരം സഞ്ചരിക്കാനോ ആളുകളെ കാണുമ്പോൾ ആൾപെരുമാറ്റം അറിയുമ്പോൾ മുന്നോട്ട് കുതിക്കാനോ ഒന്നും തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല. വളരെ പതുക്കെ പ്രയാസപ്പെട്ടായിരുന്നു ഈ പുലി നടക്കാൻ തന്നെ ശ്രമിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ വല ഉപയോഗിച്ച് പിടികൂടി വിദഗ്ധ ചികിത്സ നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് പുലിയെ പിടികൂടാൻ കഴിഞ്ഞത്. അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലും അക്രമാസക്തനാകാൻ ശ്രമിക്കുകയൊന്നും തന്നെ ഈ പുലി ചെയ്തിരുന്നില്ല. അതിനുള്ള ആരോഗ്യം പുലിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. പുലിയുടെ കഴുത്തിലും തലയിലും പരിക്കേറ്റിട്ടുണ്ട്. വന്യമൃഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പുലിയെ വിദഗ്ധ ചികിത്സയ്ക്കായി സൈലന്റ് വാലിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. വനത്തിൽ വെച്ച് തന്നെ ഈ പുലിക്ക് പരിക്കേറ്റതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വല ഉപയോഗിച്ചാണ് പുലിയെ പിടികൂടിയത്. അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും ആളുകൾ നേരിട്ട് കാണുകയോ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ഒരു പക്ഷേ ഈ തലയ്ക്ക് പരിക്കേറ്റതിന് പിന്നാലെ ജനവാസ മേഖലയിലേക്ക് ഇത് ഇറങ്ങിയതായിരിക്കാം എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നൽകുന്ന വിവരം. എന്തായാലും ആർക്കും തന്നെ പുലിയുടെ മുന്നിൽപ്പെട്ട് അപകടം പറ്റുകയോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ശരി, പാലക്കാട് ഷോളയൂർ പുളിയപ്പതയിൽ പരിക്കേറ്റ അവസ്ഥനിലയിലായ പുലിയെ വനംവകുപ്പ് പിടികൂടി. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും നിഖിൽ പ്രവേശ്.